നാട് ദുരിതമുഖത്തായിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ സമ്മേളനത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നൽകിയ ഉത്തരവ് ലംഘിച്ച് ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 140 ജീവനക്കാരാണ്. മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ സ്ഥാനം വിട്ടുപോകരുത് എന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ചു. വിവരങ്ങളുമായി ജെയിനിസ് രാജു ചേരുന്നു. ജെയിൻ, ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇത്രയധികം ജീവനക്കാർ ജോയിന്റ് കൌൺസിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. വകുപ്പിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലേ? ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനുള്ള സാധ്യതയുണ്ടോ? മോത്തി, ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല. ഈ സമ്മേളനം ഇപ്പോഴും രാജകുമാരിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥർക്കായി ഒരു മാർഗനിർദ്ദേശവും ദുരന്ത നിവാരണ നിയമപ്രകാരം പുറത്തേക്ക് ഇറക്കുന്നത്. അതനുസരിച്ച് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അലർട്ടുകളുടെ സ്വഭാവം ഏത് സമയത്തും മാറാം. റെഡിൽ നിന്ന് അല്ലെങ്കിൽ ഓറഞ്ചിൽ നിന്ന് റെഡായി മാറാം, അല്ലെങ്കിൽ യെല്ലോയിൽ നിന്ന് ഓറഞ്ചായി മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഏത് സമയത്താണ് കാലാവസ്ഥ മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആസ്ഥാനം വിട്ടു പോകരുത് എന്നുള്ളതാണ് ഒരു പ്രധാന നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഏകോപന ചുമതല റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. ഈ ജോയിന്റ് കൌൺസിൽ എന്ന സർവീസ് സംഘടനയ്ക്ക്, CPIയുടെ സർവീസ് സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് റവന്യൂ വകുപ്പിലും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലുമാണ്. ഈ രണ്ട് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. വില്ലേജ് ഓഫീസർമാരടക്കം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം എവിടെയെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങണമെങ്കിൽ ആദ്യം അവിടെ ചെല്ലേണ്ടത് ഈ വില്ലേജ് ഓഫീസറാണ്. അതുകൂടാതെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നാട്ടിൽ എത്രത്തോളം ദുരിതമാണ് ഉണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ദുരിതമുണ്ടായിട്ടുണ്ട്. കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്, വീടുകൾ തകർന്നിട്ടുണ്ട്, 10-27 വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്, 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായ കണക്കുകളല്ല. ഇനിയും നാശനഷ്ടങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കണക്കെടുക്കുകയും അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതും അടക്കമുള്ള ചുമതലകൾ വഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ളത്. അതും ദുരന്ത നിവാരണ നിയമപ്രകാരം അവരോട് ഒരു ഉത്തരവ് നിലനിൽക്കുക, ആ ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ രാത്രി ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട്. പല റോഡുകളും ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്, ദുരന്തമുണ്ടാകും എന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട്. എന്നാൽ അങ്ങനെ ജനം ഇതിനോട് സഹകരിക്കുമ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് ഇത് ബാധകമല്ലേ എന്നൊരു ചോദ്യം തീർച്ചയായും ഉയരുന്നുണ്ട്. പക്ഷേ അവർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഈ സംഘടനയുടെ പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് നൽകുന്നത്. അപ്പോൾ പോലും 140 പേർ ആ സമ്മേളനത്തിൽ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരുമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അത് നമുക്ക് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല. രാജു, ഇത്രയധികം പ്രശ്നങ്ങൾ ജില്ലയിൽ നടക്കുമ്പോഴാണ് ഇത്രയും ജീവനക്കാർ 140 ജീവനക്കാർ ജോയിന്റ് കൌൺസിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇവർക്കെതിരെ ഇതുവരെ ഒരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. ദുരന്ത നിവാരണ നിയമപ്രകാരം ഉദ്യോഗസ്ഥരാരും ജില്ല വിട്ടു പോകരുത്, ആ പ്രദേശം വിട്ടു പോകരുത് എന്ന ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം.